ഇപ്പോൾ അഡ്വക്കേറ്റ് എ ജയശങ്കർ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ജയശങ്കർ, വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. നിയമസഭ പാസാക്കിയ ബില്ലുകൾ അതിന് അംഗീകാരം നൽകുന്നത് വൈകിപ്പിച്ച തമിഴ്നാട് ഗവർണറുടെ നടപടി നിയമവിരുദ്ധമാണ് എന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അത് മാത്രമല്ല, വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായി കോടതി വിശദീകരിക്കുന്നത് ഈ തടഞ്ഞു വെക്കാനോ രാഷ്ട്രപതിക്ക് അയക്കാനോ തീരുമാനിച്ചാൽ പരമാവധി 3 മാസത്തിനുള്ളിൽ ഗവർണർ തീരുമാനമെടുക്കണം എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കുന്നുണ്ട്. ഇതിപ്പോൾ തമിഴ്നാടിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ കേരളത്തിൽ മുമ്പുണ്ടായിരുന്ന സാഹചര്യമൊക്കെ നമുക്കറിയാം, ഇപ്പോഴുള്ള നിലനിൽക്കുന്ന സാഹചര്യവും നമുക്കറിയാം. അതിനിടയിൽ സുപ്രീം കോടതിയുടെ ഈ തീരുമാനം അത് നിർണായകമാണ്. താങ്കൾ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്, ജയശങ്കർ? സ്വാഗതാർഹമായിട്ടുള്ള ഒരു സമീപനമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുണ്ട്. കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി ആ മുന്നണി അല്ലാതെ മറ്റൊരു സർക്കാരാണ് സംസ്ഥാനം ഭരിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവർ തമ്മിൽ ഇതുപോലെ സംഘർഷത്തിന് സാധ്യതയുണ്ട്. കേരളത്തിൽ തന്നെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സംഭവിച്ച കാര്യങ്ങൾ നമുക്കറിയാം. കേരള നിയമസഭ പാസാക്കിയ പല നിയമനിർമ്മാണങ്ങളും ഗവർണർ അനുമതി കൊടുക്കാതെ താമസിപ്പിക്കുകയും പിന്നീട് സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി. ആ നിർണായകമായ സന്ദർഭത്തിൽ അദ്ദേഹം ഇതെല്ലാം രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് കൊടുത്തു. രാഷ്ട്രപതിക്ക് ആ രീതിയിൽ നിർദ്ദേശം കൊടുക്കാനായിട്ട് സുപ്രീം കോടതിക്ക് സാധിക്കുകയില്ല എന്നറിഞ്ഞുകൊണ്ട് അത് തന്നെയാണ് വേറൊരു രീതിയിൽ തമിഴ്നാട്ടിൽ സംഭവിച്ചിട്ടുള്ളത്. യാതൊരു തത്വദീക്ഷയുമില്ലാതെ ഇത് തടഞ്ഞു വെക്കുക, അതിൽ ഒരു തീരുമാനം എടുക്കാതിരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അവിടുത്തെ പ്രത്യേകത. അപ്പൊ അങ്ങനെ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഭരണഘടനാപരമായ ഒരു അവഹേളനമായിരിക്കും സംസ്ഥാന നിയമസഭയോട് ഗവർണർ കാണിക്കും. അപ്പോൾ അത് ശരിയല്ല. അനന്തമായി ഇത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. അനിയന്ത്രിതമായി ഒരു ബില്ല് ഗവർണറെ അനുവാദം കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യുന്നത് ശരിയല്ല. അപ്പോൾ തീരുമാനം എടുക്കണം, അല്ലാത്ത പക്ഷം അത് തിരിച്ചയക്കണം എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. അതുമല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് അയക്കണം. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോകുന്നത് അനാവശ്യമായി ഈ കാര്യത്തിൽ കാലതാമസം വരുത്തുന്ന ഗവർണർമാർക്കെതിരായിട്ടുള്ള ഒരു താക്കീതും കൂടിയാണ്. ശ്രീ ജയശങ്കർ, ഈ പ്രധാന നിയമനിർമ്മാണങ്ങൾക്ക് അംഗീകാരം ലഭിക്കുന്നതിലെ അല്ലെങ്കിൽ അത് നൽകുന്നതിലെ കാലതാമസം അതുണ്ടാക്കുന്ന പ്രതിസന്ധി ചെറുതല്ല എന്നുള്ളതാണ്. കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ നിരന്തരമായി ഈ വിഷയം കോടതിയിലടക്കം ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതാണ്. ഒന്ന്, തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരാണ്, ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന സർക്കാരാണ്. സംസ്ഥാനത്തിൻ്റെ ഉപദേശത്തിന് വിരുദ്ധമായൊരു തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ അതിനൊരു മാനദണ്ഡം വേണം, അല്ലെങ്കിൽ അതിനൊരു കൃത്യമായൊരു ഒരു ചട്ടക്കൂടിൽ നിന്നുകൊണ്ടാകണം എന്നുള്ള കാര്യത്തിൽ ചില ആശയക്കുഴപ്പങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതിലൊരു വ്യക്തത വരുത്തുക കൂടിയല്ലേ സുപ്രീം കോടതി? തീർച്ചയായിട്ടും ഇപ്പോഴുള്ള നിയമ സംവിധാനത്തെ കുറിച്ച് പല ആളുകളും അതിന്റെ ദുരുപയോഗം നടത്തുന്ന സാഹചര്യത്തിൽ കുറെ കൂടി വ്യക്തത നൽകുന്നതിന്, കുറെ കൂടി സ്പഷ്ടമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ്, ഒരു ഉദ്യമമാണ് ഇപ്പോൾ സുപ്രീം കോടതി നടത്തിയിട്ടുള്ളത്. ഇനി ഈ സുപ്രീം കോടതി വെച്ച് എങ്ങനെ കാര്യങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യാം എന്ന കാര്യമായിരിക്കും ബന്ധപ്പെട്ട കക്ഷികൾ ഓരോരുത്തരും ശ്രമിക്കുക എന്നുകൂടി എനിക്ക് തോന്നുന്നു. ശരി, വളരെ നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് ശ്രീ എ ജയശങ്കർ, രാഷ്ട്രീയ നിരീക്ഷകൻ. അദ്ദേഹം നമ്മളോട് പ്രതികരിക്കുകയായിരുന്നു. നിയമസഭ പാസാക്കിയ ബില്ലുകൾ തടഞ്ഞുവെച്ച തമിഴ്നാട് ഗവർണറുടെ നടപടി നിയമവിരുദ്ധമാണ് എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടാവുന്നത്. നിരവധി സംസ്ഥാനങ്ങളിലെ ഗവർണറും സർക്കാരും തമ്മിലുള്ള തർക്കങ്ങളിൽ പ്രധാനമാകുന്ന ഒരു തീരുമാനമാണ് സുപ്രീം കോടതി, നിർണായകമാകുന്ന ഒരു തീരുമാനമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. 10 ബില്ലുകൾ രാഷ്ട്രപതിക്ക് വിട്ട നടപടി റദ്ദാക്കണം എന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സംസ്ഥാനത്തിൻ്റെ ഉപദേശത്തിന് വിരുദ്ധമായി ബില്ലുകൾ തടഞ്ഞു വെക്കുകയോ അത് രാഷ്ട്രപതിക്ക് അയക്കാനോ തീരുമാനിക്കുകയാണെങ്കിൽ പരമാവധി 3 മാസത്തിനുള്ളിൽ ഗവർണർ തീരുമാനമെടുക്കണം എന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടുന്നുണ്ട്.